ഞങ്ങളൊക്കെ യുവാക്കളാണ്. ഞങ്ങൾ രാവിലെ ജിമ്മിന് പോകുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എന്തുണ്ട്, ഒരു പേടി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നുള്ളത് കോട്ടക്കൽ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലാണ്. സാധാരണ ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് കിഡ്നി രോഗം വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെ മനോഹരമായ ഒരു സംസാരത്തിനുള്ള അവസരം ലഭിച്ചത്. മറ്റുള്ളവരെ അറിയിക്കണം എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മുഴുവനായി കണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കണേ. സാധാരണ ഈ കിഡ്നി രോഗികൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഈ രോഗമില്ലാത്ത ആളുകൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്? ഇപ്പം നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ പൊതുവെ പറയാം ഷുഗറും പ്രഷറുമാണ് മെയിൻ വില്ലൻ. അത് കൺട്രോൾ ചെയ്യാതിരിക്കുന്ന ഷുഗറും പ്രഷറും. പലപ്പോഴും ആൾക്കാരൊക്കെ തെറ്റിദ്ധാരണയുണ്ട്, മരുന്ന് കഴിച്ചിട്ട് ഷുഗറിനും പ്രഷറിനും മരുന്ന് കഴിച്ചിട്ടാണ് കിഡ്നി കേടാവണം. ഒരിക്കലും അല്ല. ഈ ഷുഗറും പ്രഷറും കൺട്രോൾ ആവാത്തതാണ്. അപ്പോൾ അത് വിട്ട് കഴിഞ്ഞാൽ ഇപ്പം ഒരു 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഞാൻ പറയാം. ഇപ്പം നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും കിഡ്നിയുടെ അസുഖം ഉണ്ടെങ്കിൽ, കുടുംബപരമായിട്ട് ആർക്ക് കിഡ്നിയുടെ അസുഖമുള്ള അവർ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പം ഫാമിലിയിൽ ആർക്കെങ്കിലും ഷുഗർ കൊണ്ട് കിഡ്നിയുടെ അസുഖം വന്ന ആൾക്കാർ, അല്ലെങ്കിൽ കിഡ്നിയുടെ അസുഖം വേറെ ബന്ധുക്കൾക്കുള്ള ആൾക്കാർ. അപ്പോൾ ഈ കിഡ്നിയുടെ അസുഖത്തിന് ഈ ജനിതകമായിട്ടുള്ള ഘടകങ്ങൾ വലിയൊരു പങ്ക് വഹിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും കിഡ്നിയുടെ അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ചെറുപ്പത്തിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരിക, ചെറുപ്പത്തിൽ നമുക്ക് ഓർമ്മയുണ്ടാവുക, ചിലപ്പോൾ ചെറിയ പ്രായത്തിൽ ഇടയ്ക്ക് മൂത്രപ്പഴുപ്പ് വരിക, ഇടയ്ക്ക് ചെറിയ പ്രായത്തിൽ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് മൂത്രപ്പഴുപ്പ് വരിക, അല്ലെങ്കിൽ മൂത്രം ചുവപ്പ് നിർത്തി പോവുക. അപ്പോൾ പലപ്പോഴും അത് ശ്രദ്ധിക്കില്ല നമ്മൾ. പിന്നീട് അത് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കിഡ്നി രോഗമായിട്ട് മാറാനുള്ള സാധ്യതയാണ്. പലപ്പോഴും കിഡ്നിയുടെ അസുഖങ്ങൾ പുറമേക്ക് ലക്ഷണങ്ങൾ കാണിക്കാത്തതുകൊണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കിഡ്നിയുടെ അസുഖം ഇപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ വേൾഡ് കിഡ്നിയുടെ ഒരു തീം തന്നെയാണ് കിഡ്നിയുടെ അസുഖങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ മെയിൻ കാര്യം പറയാനുള്ളത് റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യുക. നമ്മൾ ഇപ്പോൾ അസുഖം ഉണ്ടാകാനോ ലക്ഷണം വരാനോ കാത്തിരിക്കാതെ എല്ലാ വർഷവും കൃത്യമായിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ഇൻഷുറൻസ് എടുക്കുന്ന ഭാഗമായിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. പുറത്തെ പല രാജ്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഈ ഹെൽത്ത് ചെക്കപ്പ് റെഗുലറായിട്ട് നടത്തുന്ന ആൾക്കാർക്ക് കുറച്ച് പൈസ കുറവായിട്ട് കൊടുക്കുന്ന ഇൻഷുറൻസ് കമ്പനിക്കാർ അത് പ്രൊമോട്ട് ചെയ്യാനാണ്. വെളിയിലെല്ലാം നിർബന്ധമായിട്ട് നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിരിക്കണം. ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ എല്ലാ വർഷവും ഹെൽത്ത് ചെക്കപ്പ് എന്തായാലും ചെയ്യണം. ഹെൽത്ത് ചെക്കപ്പ് കൂടെയും പല ആൾക്കാരും നേരത്തെ നമുക്ക് രോഗം കണ്ടെത്താനും ചികിത്സിക്കാനുള്ള സമയം കിട്ടും. പിന്നെയുള്ള മൂന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പം ജങ്ക് ഫുഡ്, ഹൈ ഫാറ്റ് ഉള്ള ഫുഡ്, ഉപ്പ്, ഹൈ സോൾട്ടുള്ള ഫുഡ്, സ്മോക്കിംഗ്, പിന്നെ ആൽക്കഹോൾ ഉപയോഗിച്ചാൽ ഈ അസുഖം വരാൻ കൂടുതൽ ചാൻസ്. ആൽക്കഹോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിനുള്ളിൽ ഡീഹൈഡ്രേഷനും അതുപോലെ തന്നെ കിഡ്നിയുടെ അസുഖം ഉണ്ടാകാനുള്ള റിസ്ക് കൂടുതലുണ്ട്. പല ആൽക്കഹോളിസം കാരണം തന്നെ വേറെ പല പ്രശ്നങ്ങളും വരാം. അമിതമായ ആൽക്കഹോൾ കാരണം ബാക്കി പല അവയവങ്ങളെ ബാധിച്ച് കിഡ്നിക്ക് കേടുണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഈ ഏരിയയിൽ, നമ്മുടെ ഇന്ത്യ ട്രോപ്പിക്കൽ ഏരിയയിൽ ഉണ്ടാകുന്ന കിഡ്നി രോഗങ്ങൾ CKD-U എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കാരണം അറിയില്ല. പലപ്പോഴും ആൾക്കാർ കിഡ്നി രോഗിയായിട്ട് വരുന്നു. അതിൽ ഇത് പ്രധാനപ്പെട്ട ഘടകം എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഡീഹൈഡ്രേഷനാണ്. അതായത് വെള്ളക്കുടി കുറയണ ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ കിഡ്നിയുടെ കേടുണ്ടാകാനൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് കാണുന്നുണ്ട്. അപ്പം നമുക്ക് കൃത്യമായിട്ടുള്ള അളവിൽ വെള്ളം എല്ലാവരും നിർബന്ധമായിട്ട് കുടിക്കണം. അപ്പം അത് ഡീഹൈഡ്രേഷൻ ഒരു വലിയൊരു ഘടകമാണ് ഈ കിഡ്നിയുടെ കേട് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ളത്. അത് നമ്മൾ ഒരു ദിവസം നമ്മൾ എത്ര ലിറ്ററിന്ന് കണക്കില്ല. നമ്മൾ സാധാരണ ഇപ്പം മൂത്രത്തിൻ്റെ ഞാൻ സാധാരണ പറയാം മൂത്രത്തിൻ്റെ നിറം നോക്കിയിട്ട് തീരുമാനിക്കുക എന്നാണ്. നമ്മളൊരു നിറത്തിൻ്റെ സ്ട്രോക്ക് കളർ, അതൊരു കളറില്ലാത്തൊരവസ്ഥയുള്ള മൂത്രം ഒഴിക്കുക. അതാണ് നമ്മുടെ അഡിക്വേറ്റ് വെള്ളത്തിൻ്റെ അളവ് നിർണ്ണയിക്കാൻ നമുക്ക് പറ്റും. ക്ലിയർ യൂറിൻ. എല്ലാം കണ്ടാലും അളവ് കുറവാണെന്നാണ് അർത്ഥം. പതപ്പ് പല കാരണം കൊണ്ട് വരാം. പതയുള്ള ആൾക്കാരൊന്നും യൂറിൻ ചെക്ക് ചെയ്യണം നല്ലതാണ്. പക്ഷെ പതയുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഭയങ്കര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കിഡ്നിയുടെ ബാധിച്ചുകൊണ്ട് മാത്രമല്ല, ഇപ്പോൾ നോർമലായിട്ട് കിഡ്നിയിൽ കൂടെ പല വേസ്റ്റുകളും പുറത്ത് പോകുന്നുണ്ട്. ആ വേസ്റ്റുകൾ പതയുണ്ടാക്കും. അപ്പോൾ പതയുണ്ടെന്ന് വെച്ചിട്ട് കിഡ്നിയുടെ രോഗം ഉണ്ടെന്ന് അർത്ഥമില്ല. അപ്പോൾ നമ്മൾ മൂത്രം പരിശോധിച്ചാൽ നമുക്കറിയാം പ്രോട്ടീൻ പോകുന്നുണ്ടോ. പ്രോട്ടീനാണ് പോകുന്നുണ്ടെങ്കിലാണ് പേടിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് വിട്ടുകളയുക. പിന്നെ പതയുടെ മുകളിൽ പോയി ടെൻഷൻ അടിക്കേണ്ട. പതയുണ്ട്, പത കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വരാറുണ്ട്. അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അഞ്ചാമത്തെ അവസാനത്തെ ആയിട്ടുള്ള കാര്യങ്ങൾ ഓവർ ദി കൗണ്ടർ മെഡിക്കൽ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം പോയിട്ട് പല ടൈപ്പുകൾ മരുന്നുകൾ മേടിച്ച് കഴിക്കുക, പുരട്ടുക. ഇപ്പം ഈ വേദന സംഹാരികൾ കഴിക്കുക, പല ലേബലില്ലാത്ത മരുന്നുകൾ, ഈ ഹെൽത്ത് ഏജൻറ്റുകൾ വിതരണം ചെയ്യുന്ന മരുന്നുകൾ, ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് പറഞ്ഞ ആൾക്കാർ വെറുതെ എടുത്ത് കഴിക്കുക. അതിലൊന്നും വ്യക്തമായ രേഖകളും അടയാളങ്ങളും ഒന്നും ഇല്ലാതെ
ഇല്ലാതെ കഴിക്കുന്ന മരുന്നുകളും കാര്യങ്ങളും കിഡ്നിയുടെ ഡാമേജ് ഉണ്ടാക്കാൻ വലിയ ഘടകം നമ്മുടെ നാട്ടിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യമാണ് ഡോക്ടർ, ഇപ്പോൾ കൂടുതലായിട്ടും യുവാക്കൾക്കാണ് ഈ കിഡ്നി രോഗം വരുന്നത്. അതായത് ഒരു 40 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് കിഡ്നി രോഗം വന്ന് കാണുന്നുണ്ട് നമ്മൾ. അതിൻ്റെ ഒരു കാരണം എന്താ? അതിപ്പോൾ 40 വയസ്സ്, അത് മെയിൻ കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ജനിതകമായിട്ടുള്ള ഫാക്ടർ തന്നെയായിരിക്കും നമ്മുടെ നാട്ടിൽ ഈ അധികവും കാണുന്ന അസുഖങ്ങൾ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ലഹരി പദാർത്ഥങ്ങളും ഈ പറയുന്ന ഓവർ ദി കൗണ്ടർ മെഡിക്കേഷൻസും ഈ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ചികിത്സയും അതും പല വിപത്തുകൾ വരുത്തി തീർക്കാറുണ്ട്. പിന്നെ അധികം ആൾക്കാർ നേരത്തെ കണ്ടെത്തുന്ന ലക്ഷണങ്ങൾ അവഗണിക്കുന്നു. ഇപ്പോൾ പ്രഷർ കണ്ടെത്തുന്ന ആൾക്കാർ എന്തുകൊണ്ട് പ്രഷർ വന്നു, ചെറിയ പ്രായത്തിൽ പ്രഷർ കാണുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കണം എന്തുകൊണ്ട് പ്രഷർ വന്നു എന്നാൽ. പ്രഷറിന് മരുന്ന് കഴിക്കില്ല, ആ ചെറിയ പ്രായത്തിൽ പ്രഷർ വരില്ല. അപ്പോൾ പ്രഷർ വരുമ്പം നമ്മൾ എന്തെങ്കിലും കാരണം ഉണ്ടാവും, ആ കാരണം കണ്ടെത്താൻ ശ്രമിച്ച് അതിനെ ചികിത്സിക്കാൻ നോക്കും. പലപ്പോഴും ഈ പ്രഷറും ഈ കിഡ്നി രോഗത്തിൻ്റെ ആദ്യ ലക്ഷണമായിരിക്കും. അപ്പോൾ അങ്ങനെ ഇനി ഞങ്ങളിതിന് എന്താണ് ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് ഞങ്ങൾക്ക്? അതായത് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ യുവാക്കളാണ്. ഞങ്ങൾ രാവിലെ ജിമ്മിന് പോകുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് എന്തുണ്ട്, ഒരു പേടിയുണ്ട്. ഞാൻ പറഞ്ഞു റെഗുലർ എല്ലാ വർഷവും ചെക്കപ്പ് ചെയ്യുക, അത് മതി. പിന്നെ നോർമലാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു. ഒരു ഹെൽത്ത് ചെക്കപ്പ് എല്ലാ വർഷവും ചെയ്യുന്ന ഒരു ശീലമാക്കുക.